ഹായ് ഫ്രണ്ട്സ്, ഇന്നപ്പോൾ സച്ചുവിൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ സച്ചുവിൻ്റെ അച്ഛനും ഞാനും സച്ചുവൊക്കെ കൂടിയിട്ട് അമ്പലത്തിൽ പോയി. ദേവീക്ഷേത്രത്തിൽ ഞങ്ങൾ വീടിൻ്റെ അടുത്ത് തന്നെയാണ്. അപ്പോൾ അതെ അമ്പലത്തിൽ പോയി കുളത്തിലേക്ക് ഇറങ്ങി. പിന്നെ ഉള്ളിൽ കയറി ഞങ്ങൾക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ തൊഴുത് വേഗം ഞങ്ങൾ ഇറങ്ങി. ആര്യഗിരി ക്ഷേത്രമാണ്. അപ്പോൾ അതെ കേക്കിൻ്റെ റിപ്പ് തുടങ്ങി കട്ടിങ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് എൻ്റെ വീട്ടിൽ നിന്ന് എൻ്റെ ആങ്ങളെ വന്നിട്ടുണ്ട്, പിന്നെ എൻ്റെ അമ്മ, പിന്നെ ഏറ്റവും ബാക്കി നിൽക്കുന്നത് ഇവിടുത്തെ ചേട്ടൻ്റെ പെങ്ങൾ ഭർത്താവാണ്. അപ്പോൾ എല്ലാവരും കൊണ്ടുവന്ന മിഠായി കേട്ടത്. പിന്നെ അമ്മായി കൊണ്ടുവരുമ്പോൾ ഇത് കൊടുന്നു, മിഠായും കൊടുന്നു. വീട്ടിൽ നിന്ന് അത് മിഠായിയും ഇപ്പോൾ കൊടുന്നു. ഡ്രസ്സൊന്നും കൊണ്ടുവരണ്ടെന്ന് ആരോടും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ. അപ്പോൾ ഈ 2 കേക്കും ഞാൻ തന്നെ ഉണ്ടാക്കിയത് കേട്ടോ. ഒന്ന് ഫൈഡർമാൻ്റെയും ഒന്ന് ചോക്ലേറ്റ് കേക്കും. ഇതിൻ്റെ റെസിപ്പി എന്തെങ്കിലും ഉണ്ടാക്കുന്നതൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല, തിരക്കായിരുന്നു ഞാൻ. അപ്പോൾ തൊട്ടടുത്ത് നിൽക്കുന്നത് സച്ചിൻ്റെ അടുത്ത് നിൽക്കുന്നത് സച്ചിൻ്റെ അച്ഛനാണ്. ഇപ്പുറത്ത് നിൽക്കുന്നത് ഞാൻ തന്നെയാണ്. ഇത് വീഡിയോ എടുക്കുന്നത് മൂത്തമ്മയുടെ മോനാണ്, 2ാമത്തെ മോനാണ് കേട്ടോ. അവർക്ക് വരാൻ പറ്റിയില്ല, ചേച്ചിക്കൊക്കെ അവർ വിഷ് ചെയ്തു. അവർ വരാറുണ്ട് ബർത്ത്ഡേക്കൊക്കെ, പക്ഷെ അവർക്ക് ഒട്ടിപ്പോൾ സമയമില്ലാത്തതുകൊണ്ട് വരാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞു. ഇപ്രാവശ്യം മൂപ്പര് നല്ല സന്തോഷത്തില്ല കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് എൻ്റെ സർജറി കഴിഞ്ഞിരിക്കുന്ന ടൈമിലായിരുന്നു ബർത്ത്ഡേ. ഇതെൻ്റെ ആങ്ങളെയും കേട്ടോ, ഇതെൻ്റെ അമ്മ. ഇതൊക്കെ വിളിച്ചു വരുത്തിയത്, ഫോൺ വിളിച്ചു വരുത്തിയത് മൂപ്പരാൾ തന്നെയാണ്, സച്ചു തന്നെയാണ്. ഇതമ്മായി. പിന്നെ അവൻ്റെ തൊട്ടടുത്ത് നിൽക്കുന്നത് മാമനാട്ടോ. മാമൻ ഇപ്പോൾ സെറ്റിലായിട്ടുള്ളൂ. അപ്പം മാമനെ ആദ്യത്തെ ബർത്ത്ഡേ കൂടി ഇവിടുത്തെ സച്ചുൻ്റെ. അപ്പോൾ ഭയങ്കര സന്തോഷമായി അവൻ്റെ. പിന്നെ അവൻ്റെ ബർത്ത്ഡേ ആകുമ്പോൾ വിഷു നാട്ടിലുണ്ടാവാറില്ല. ഇത് ക്യാമറമാന് കൊടുക്കും. 2ാമത്തെ ചോക്ലേറ്റ് കട്ട് ചെയ്യാൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പിലാണ് മൂപ്പരാൾ നിൽക്കുന്നത്. അതും കൂടി കട്ട് ചെയ്ത സമാധാനം കിട്ടുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് മൂപ്പരാൾ. എല്ലാവരും സന്തോഷമല്ലേ? മതി. എല്ലാ പ്രാവശ്യം 3 കേക്ക് ഉണ്ടാവാറുണ്ട് കേട്ടോ. എല്ലാവരും കേക്ക് കൊണ്ടുവരാറുണ്ട്. ഇപ്രാവശ്യം ഞാൻ പറഞ്ഞു ഞാൻ ഉണ്ടാക്കുന്നുണ്ടല്ലോ, അപ്പോൾ അത് മതിയെന്ന് ഞാൻ പറഞ്ഞു കേക്ക്. പിന്നെ ഞങ്ങൾ പറഞ്ഞു പിന്നെ ആദ്യം ഫസ്റ്റ് തൊട്ട് ഞങ്ങൾക്ക് ബ്രാഹ്മണ ഫുഡാണ് ഞങ്ങൾ കൊടുക്കാറ് ബർത്ത്ഡേക്ക് ഞങ്ങൾ. ഇപ്പം അവൻ പറയുന്നത് ബ്രാഹ്മണ ഫുഡ് വേണ്ട, അവന് ബിരിയാണി വേണമെന്ന് പറഞ്ഞു. ഇപ്രാവശ്യം ബിരിയാണി വെച്ചു. മാമനുള്ള കാരണം കൊണ്ടാണ് ബിരിയാണിയും ഒക്കെ വേണമെന്ന് പറഞ്ഞത്. അപ്പം ഞങ്ങൾ ചിക്കൻ ബിരിയാണിയാണ് പിന്നെ വെച്ചത്. അമ്മായിടെ ക്രീമാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കേണ്ട തയ്യാറെടുപ്പായി കണ്ടോ, നിലത്തായിരുന്നത്. അപ്പം എല്ലാവരും എന്നാൽ ഒരു ട്രിപ്പിന് ഇരിക്കാൻ വേണ്ടിയിട്ട് വീഡിയോ എടുക്കുമ്പോൾ വേണ്ടിയിട്ട്. അപ്പോൾ തൊട്ടടുത്ത് സച്ചിൻ്റെ അച്ഛൻ്റെ ഇരിക്കുന്നുണ്ട്. ഇതാണ് വീഡിയോക്കാരൻ, കുഞ്ഞെന്ന് പറയും. ഇത് മാമനാണ്. പിന്നെ ഇതെൻ്റെ ആങ്ങള. അപ്പോൾ തൈരുണ്ട്, ചിക്കൻ ബിരിയാണി ഉണ്ട്, പിന്നെ പായസം സേമിയമാണ്, പിന്നെ സാദാ ചോറ്, പിന്നെ പൈനാപ്പിള്, പിന്നെ ബീഫ് റോസ്റ്റ് ചെയ്തതും. അപ്പോൾ ഞങ്ങളെല്ലാവരും വിളമ്പി കൊടുത്തിട്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരു ട്രിപ്പിന് ഇരിക്കാൻ വേണ്ടിയിട്ട് അതാണ് ഇരുന്നത്, എല്ലാവരും കൂടിയിട്ട് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ടും കൂടി ചെയ്തു തരണേ. അപ്പോൾ സച്ചുവിനെ വിഷുവും കൂടി ചെയ്തു തരണേ നിങ്ങളെല്ലാവരും കൂടിയിട്ട്. അപ്പോൾ താങ്ക് യു.